മധുചന്ദ്രികയുടെ ചായത്തളികയിൽ മഴവിൽ പൂമ്പൊടി ചാലിച്ചു ഇങ്ങനൊരു പാട്ടാണ് പാടുന്നത്. ഒരു ലവ് സോങ്. മാസ്റ്റർ ഇങ്ങനെ കേട്ട് കണ്ണടച്ച് കിടന്ന് ഉറങ്ങുക. മാസ്റ്റർ ഒന്നും അറിയുന്നില്ല, ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ പ്രകാശ് ചേട്ടൻ എൻ്റെ അടുത്ത് ബാക്കിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞ് പൊക്കോ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ഓക്കെ പറഞ്ഞ് ഞാനങ്ങ് പോയി. പിന്നെയും പിന്നെയും ആരോക്കിനാവിൻ്റെ ഒരു രാത്രി കൂടി വിടവാങ്ങവേ കിളി വന്നു കൊഞ്ചിയ ജാലകവാതിൽ കളിയായി ചാരിയതാരേ അഴകൂരിൽ പൂത്തവളെ എന്നെ അടിയോട് സായ്ത്തവളെ. മനസ്സ് നിറയും അദ്ദേഹത്തിൻ്റെ പാട്ട്. അവിടെ നിന്ന് പാടുക, അതങ്ങോട്ട് മ്യൂസിക് ഡയറക്ടർ പറയുന്ന അനുസരിച്ച് നമ്മൾ ഗൈഡ് ചെയ്തങ്ങ് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ വിഷ്വൽ കണ്ട് നമുക്ക് പാടാൻ പറ്റുന്നത് വളരെ 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 ചുരുക്കം. എനിക്കൊന്നും ഒന്നും തന്നെയല്ല. എനിക്ക് തോന്നുന്നു എൻ്റെ ഇതിൽ ഒരെണ്ണോ രണ്ടെണ്ണോ ഹാർഡ്ലി പാടിയിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. കൂടുതൽ ഡബ് സിനിമയൊക്കെയാണ് വരുന്നത്. ഇപ്പം അതും മാറി. അപ്പോൾ തന്നെ എല്ലാം ഒരു ടൈം റിലീസാണല്ലോ. പാൻ വേൾഡ് അല്ലെങ്കിൽ പാൻ ഇന്ത്യ റിലീസാണല്ലോ. അതുകൊണ്ട് അത് ഭയങ്കര കുറവാണ്. വെരി റെയർലി ഇറ്റ് ഹാപ്പൻ. അല്ലു അർജുൻ ഡബ് ചെയ്തിരുന്നത് വരെ ഞാനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ജിസ്മോനാണ് ചെയ്തതെന്നുള്ളത് മനസ്സിലാവുന്നത്. ഞാൻ ആദ്യം പാടുന്നത് മറ്റേ ഫീൽ മൈ ലവ് എന്ന പാട്ടാണ്. അതായിരുന്നു എൻ്റെ തുടക്കം അല്ലു അർജുൻ്റെ. എനിക്ക് പൈസ തരാം എന്ന് പറഞ്ഞിട്ട് പൈസ തരാതെ പോയവർ, എന്നെ പറ്റിച്ചിട്ട് പോയവർ, അയച്ചു തരാം എന്ന് പറഞ്ഞവരൊക്കെ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. എൻ്റെ വീട്ടിലുണ്ട് ഇഷ്ടംപോലെ ചെക്കുകളും എല്ലാ കാര്യങ്ങളും ഒക്കെ ഇരിപ്പുണ്ട്. അതെല്ലാം ഈ പറഞ്ഞ പോലെ ഈ യാത്രയുടെ ഒരു ഭാഗമാണ്. വിമർശനങ്ങൾ എങ്ങനെ നോക്കി കാണുന്നുണ്ടായിരുന്നത്? ഇങ്ങനെ നോക്കി കാട്ടുവെളിയുടെ കണ്ണമ്മ അതെപ്പോഴും എനിക്ക് മനസ്സിലെപ്പോഴും ഞാൻ സൂക്ഷിക്കുന്നൊരു പാട്ടാണ്. അത് ഈ പറഞ്ഞ പോലെ ഒരു 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 മനസ്സിൽ ലാലേട്ടൻ്റെ ഒരു സിനിമയിൽ ആദ്യം ഞാൻ പാടുന്നൊരു പാട്ടാണ്. അതും ഇത്രയും ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ഒരു മെലഡി സോങ്. ബ്ലെസ്സി സാറിൻ്റെ സിനിമ തന്മാത്ര, നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ മലയാളികൾ എപ്പോഴും ഒരു വൺ ഓഫ് ദ ക്ലാസിക്സ് എന്ന് വേണേൽ പറയാം. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ആയിരുന്നാലും സിനിമ വൈസ് ആണെങ്കിലും ഒരു ക്ലാസിക്കായിട്ട് നമ്മളെപ്പോഴും സൂക്ഷിക്കുന്നൊരു സിനിമ. അതിനകത്തൊരു ഭാഗമാവാൻ പറ്റി. അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡ് ഇതാണ് ഞാൻ പാടുന്നത്. പിന്നെ ഇത്രയും വലിയ ഒരു എന്താ പറയുക, അത്രയും ഹിസ്റ്ററി ഉള്ളൊരു സോങ് ആണ് ആ പാട്ട്, കാട്ടുവെളിയുടെ കണ്ണമ്മ എന്ന് പറയുന്നത്. അത് വീണ്ടും റീക്രിയേറ്റ് ചെയ്ത് പാടാൻ പറ്റിയത്, ഞാനത് ആ സമയത്തൊക്കെ കുറേ സ്റ്റേജസ് ഞാൻ പാടിയിരുന്നു. അതിൻ്റെ ലാസ്റ്റ് സ്വരങ്ങളും കാര്യങ്ങളും ഒക്കെ അതെപ്പോഴും ഒരു വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ ഇപ്പോൾ ഈ ഇടയ്ക്ക് ലാലേട്ടൻ്റെ അടുത്തൊരു ഇവൻറ്റിൽ കണ്ടപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞിരുന്നു, ലാലേട്ടാ അത് ഞാനാണ് പാടിയത്. അപ്പോൾ ലാലേട്ടൻ അറിയാം, എനിക്കറിയാം മോനെ എന്നൊക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അത് കിട്ടുന്ന നമുക്ക് ഭയങ്കര അംഗീകാരങ്ങളാണല്ലോ അതൊക്കെ നമുക്ക് കിട്ടുന്ന. അത്രയും വലിയ സ്റ്റാർസും കാര്യങ്ങൾ ആൾക്കാരൊക്കെ നമ്മുടെ പാട്ടുകൾ തിരിച്ചറിയുന്നു. അത് എനിക്കറിയാം സംഭവം എന്നൊക്കെ പറയുമ്പോൾ വലിയ അംഗീകാരമാണ് അതൊക്കെ. ആ സിനിമയെക്കുറിച്ച് നമ്മൾ എപ്പോഴും പറയുന്നതാണ്, രണ്ടാമത് കാണാൻ പറ്റില്ല സിനിമ. കാണാൻ പറ്റില്ല, പക്ഷെ ഞാൻ കാണും എപ്പോഴും. നമുക്ക് കുറച്ച് വിഷമവും കരച്ചിലും ഒക്കെ ഇഷ്ടമുള്ള ആളാണല്ലേ. കരയണമെങ്കിൽ തന്മാത്ര ഇട്ടാൽ മതി. അത് ഭയങ്കര ഒരു ഹെവിനെസ് തരുന്നൊരു ഒരു മൂവിയാണ്. ഞാൻ അങ്ങനത്തെ സിനിമകൾ രണ്ടാമത് കാണില്ല, ടു ബി റിയലി ഫ്രാങ്ക്. ഒരു പ്രാവശ്യം കണ്ടു. അപ്പോൾ ഇങ്ങനെ എന്താ പറയണ്ടേ, ആ മൂഡ് അല്ലെങ്കിൽ ആ ഒരു ട്രോമ എന്നൊരു വാക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്നറിയില്ല. ആ ഫീല് മാറാൻ ഒരു 2 ദിവസം എടുക്കും നമുക്കിങ്ങനെ. ഇങ്ങനെ പുറകെ നിൽക്കും. അദ്ദേഹത്തിൻ്റെ അഭിനയവും ആ കഥയും ഡയലോഗും എല്ലാം ഇങ്ങനെ നമ്മുടെ മനസ്സിൽ നിൽക്കും. അതുകൊണ്ട് രണ്ടാമത് കാണാറില്ല. പക്ഷെ ആ വലിയൊരു സിനിമയുടെ ഒരു കുഞ്ഞു ഭാഗമാവാൻ പറ്റി എനിക്ക്. ഞാനിവിടെ പാട്ട് പാടിപ്പിച്ചു ഇങ്ങനെ കാറ്റ് വെളിയിടെ കണ്ണമ്മ കണ്ണമ്മ, காற்று வெளியிடை கண்ணம்மா, எந்தன் காதலை எண்ணி கழிக்கின்றேன். அமுதூற்றினையொத்த இதழ்களும் நிலவூரி ததும்பும் விழிகளும் காற்று வெளியிடை கண்ணம்மா கண்ணம்மா. ഒരുപാട് പ്രണയങ്ങളുടെ
ശബ്ദമായിട്ട് ചേട്ടൻ. അത് സിനിമയിൽ മാത്രല്ല, ജീവിതത്തിൽ. ജീവിതത്തിൽ അതെ അതെ അതെ. അതിൻ്റെ അടുത്ത് കുറേ പേര് ചേട്ടാ ചേട്ടൻ്റെ പാട്ടുകളൊക്കെ എത്രയും ഞാൻ അയച്ചു കൊടുത്തതെന്നറിയോ, എത്രയും ഞാൻ കോട്ട് ചെയ്തതെന്നറിയോ എന്നൊക്കെ പറയുമ്പോൾ സന്തോഷമുണ്ട്. കുറേ പ്രണയങ്ങൾ എന്താണ് പൂവണിയാൻ ഞാനൊരു ഭാഗമായില്ലേ, സന്തോഷമേ ഉള്ളൂ. കുറെ ജനറേഷൻസിന്റെ. കുറേ ജനറേഷൻസിൻ്റെ. അതെ. അകലെ അകലെ ഏതാ? എം ജയചന്ദ്രൻ സാർ. അത് ഞാനല്ല പാടിയേ, അത് കാർത്തിക. അല്ല അകലെ അതല്ലേ? അതല്ല, വേറൊരു ടോണിലുള്ള ഒരു അകലെ ഉണ്ടല്ലോ അതിനകത്ത്. അതേതാ അകലെ? ശരിക്കും അല്ല ഇല്ല, ഇത് പ്ലേ ലൂപ്പാ. ഇത് ആ അകലെ തന്നെയാ. അകലെ അകലെ ഇത് ഞാൻ പ്ലേ ലൂപ്പ് എന്ന് പറഞ്ഞ എൻ്റെ ഇതിൽ ഐ മീൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാനൊരു സീരീസ് ഉണ്ട്, അത് പാടിയത്. അത് കുറച്ച് പോപ്പുലറായി കുറച്ച് ഹിറ്റ് ആയതുകൊണ്ട് അത് ആദ്യം കയറി കിടക്കുന്നു എന്നുള്ളത്, അല്ലാതെ വേറെ ഒന്നും അല്ല. അത് കാർത്തിക്കാണ് പാടിയത്. ഓക്കെ. അത് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടാണ് അത്. ചിലവർ ആ പാട്ട് പറയും, ആ പാട്ട് കേട്ട് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു മറ്റെന്താണ് വിഷമം ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു സംഭവം സംഭവിക്കുമെന്ന് പറയും, പ്രത്യേകിച്ച് ഞാൻ പാടുന്നത്. എന്നാലും ആൾക്കാർ കേൾക്കും, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന പാട്ടാണത്. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരെണ്ണം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സംഭവം ഞാൻ പറഞ്ഞാൽ പിന്നെ കേൾക്കാതിരുന്നാൽ പോരെ ആ പാട്ട്. ഇല്ല, പക്ഷെ കേൾക്കണം, നല്ല പാട്ടാണ് എന്ന് പറയുന്നത്. ഈ പാട്ട് അത് കാർത്തിക പാടിയത്. ശബ്ദത്തിൻ്റെ ഒരു സാമ്യതയും കൊണ്ടായിരിക്കാം അതങ്ങനെ തോന്നിച്ചു. അത് ടോട്ടലി കാർത്തികിൻ്റെ തന്നെയാണ്. ഞാനത് എൻ്റെ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് ഞാനൊരു പ്ലേ ലൂപ്പ് എന്ന് പറയുന്ന സീരീസിൽ പാടിയിരുന്നു. അത് നന്നായിട്ട് പോയി, അത് നല്ല ഇതായിട്ട് പോയത് കൊണ്ട് ആൾക്കാർ കുറേ പേര് അത് കേട്ടു. അത്രേ ഉള്ളൂ. അത് പരാജയപ്പെട്ടപ്പോൾ ഇനി അടുത്തതിലോട്ട് പോകാമല്ലോ. ആ എക്സ്പെരിമെന്റ് പൊളിഞ്ഞു, കത്തിപ്പോയി. അതെൻ്റെ തന്നെ. മറക്കാമെല്ലാം മറക്കാമിന് 3 പ്രാവശ്യം പാടിയ പാട്ടാണ് ഞാനത്. ആദ്യത്തെ പ്രാവശ്യം ഞാൻ പാടി, അടുത്ത പ്രാവശ്യം പാടിക്കഴിഞ്ഞപ്പോൾ അന്ന് തൃശ്ശൂർ ഇതേപോലെ ചേതന സ്റ്റുഡിയോ വെച്ച് തന്നെയാണ്. അപ്പോൾ മോഹൻ സാറിന് അതെത്ര പാടിയിട്ടും ആ ഇമോഷൻ അങ്ങോട്ട് ശരിയാവുന്നില്ല. പോരാ, നീ കരഞ്ഞ് പാടെന്ന് പറഞ്ഞ്, ഇതല്ല എനിക്ക് ഫുൾ ഇമോഷൻ വേണം. അപ്പം ഞാൻ എന്നാലാവുന്ന ഇമോഷൻ ഞാൻ ബക്കറ്റ് കണക്കിന് കൊടുക്കുക, പക്ഷെ പുള്ളി സമ്മതിക്കുന്നില്ല, ഇല്ല പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഞാനത് പാടുന്നു. അന്ന് ഞാൻ തിരുവനന്തപുരത്താണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ഞാൻ ഇവിടെ നിന്ന് റെക്കോർഡ് ചെയ്ത് പോവും, പിന്നെ അടുത്ത ആഴ്ച വീണ്ടും വിളിക്കും, എടാ അത് ശരിയായില്ലല്ലോ, അത് നമുക്ക് ഒന്നുകൂടെ എടുക്കാം. ഞാൻ അവിടെ നിന്ന് വീണ്ടും വരുന്നു, പാടുന്നു, വീണ്ടും തിരിച്ചു പോകുന്നു. 3ാമത്തെ പ്രാവശ്യം വിളിച്ചു, ശരിയാവണില്ല, അത് എനിക്ക് ഒരിക്കൽ കൂടെ വേണം. എന്നിട്ട് അവസാനം എനിക്ക് ഓർമ്മയുണ്ട്, അവസാനം സ്റ്റുഡിയോയ്ക്കകത്ത് വെച്ചിട്ട് സാറിരിക്കുന്ന ഭാഗത്തിലെ ലൈറ്റ് ഓഫ് ചെയ്തു, സ്റ്റുഡിയോയിലെ മൊത്തം ലൈറ്റ് ഓഫ് ചെയ്തു, എല്ലാ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് എനിക്ക് മാത്രം ആ ലിറിക്സ് കാണാൻ വേണ്ടി മാത്രം ആ സ്റ്റുഡിയോയിൽ ആ സ്റ്റാൻഡിൻ്റെ അവിടെ ഒരു കുഞ്ഞൊരു ലൈറ്റ് വെച്ചിട്ടുണ്ട്. ആ ലിറിക്സ് കാണാൻ വേണ്ടി മാത്രം ഇങ്ങനെ വളഞ്ഞൊരു ലൈറ്റ് ഉണ്ടല്ലോ, അത് മാത്രം ഓണാക്കി തന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ കരഞ്ഞ് പാട്, എനിക്കത് വേറൊന്നും എനിക്കറിയണ്ട, നീ കരഞ്ഞ് പാടി നീ കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പാടിയ പാട്ടാണ് മറക്കാമല. കരഞ്ഞില്ല ഞാൻ, എന്നാലും മാക്സിമം ഇമോഷൻ കൊടുക്കാൻ പറ്റുന്നത് പുള്ളിക്ക് അത് കുറച്ച് കൂടിയാലും കുഴപ്പമില്ല. അത് നമുക്ക് അത് മൊത്തം സ്ക്രീനിലും ഇതൊക്കെ വരുമ്പോൾ, കാരണം അത് അങ്ങനെയാണ് പൃഥ്വി അതിനകത്ത് പാടിയിരിക്കുന്നത്. അപ്പോൾ അതെനിക്ക് വേണം എന്നുള്ള രീതിയിൽ പാടിപ്പിച്ച ഒരു പാട്ടാണ് അത്. ഈ വിഷ്വല് കണ്ട് പാടുന്നതും വിഷ്വല് കാണാതെ പാടുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടോ? വിഷ്വല് കണ്ട് പാടുന്നത് നമ്മളിപ്പോൾ നമ്മുടെ പുതിയ മലയാളത്തിൽ നമുക്കൊന്നും നടക്കില്ലല്ലോ, ഒന്നും നടക്കില്ല. അതിപ്പോൾ കാണാൻ നമ്മൾ ഈ പറഞ്ഞ പോലെ മറ്റേ ഡബ് സിനിമയൊക്കെ നമ്മൾ പാടുമ്പോൾ മാത്രമേ ഉള്ളൂ. പഴയ അതും ഇപ്പോൾ എന്ന് പറയുന്നത് ഡബ് സിനിമകൾ അങ്ങനെയല്ല, ഓൾ മറ്റേ വേൾഡ് എല്ലാ ഒരു സമയത്താണല്ലോ റിലീസ്. അപ്പോൾ ഇപ്പോൾ അതും നടക്കാറില്ല. പണ്ടൊക്കെ അല്ലു അർജുൻ്റെ ഒക്കെ പാടാൻ നേരത്തെ ഈ പറഞ്ഞ പോലെ കുറച്ച് നാൾ മുമ്പ് ഇറങ്ങിയ സിനിമകൾ അപ്പോൾ അവർ പ്ലേ ചെയ്യും, ഇതാണ് എന്നുള്ളത് പറയും. വരിയൊക്കെ വായൊക്കെ വേറെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും പോകുന്നത്, പക്ഷെ എന്നാലും നമ്മളുടെ വരികൾ വെച്ച് നമ്മളങ്ങ് പാടുന്നു എന്നുള്ളതല്ലാതെ മലയാളം സിനിമ മുഴുവൻ നമുക്ക് വിഷ്വല് കണ്ട് പാടാൻ പറ്റില്ല. മൊത്തം അവർ സിറ്റുവേഷൻ ഒന്ന് ബ്രീഫ് ചെയ്യും, ഇതാണ് സിറ്റുവേഷൻ എന്ന് പറയും. അത് മനസ്സിലാക്കി നമ്മുടെ മനസ്സിലൊരു വിഷ്വൽ ഉണ്ടാവും, അത് വെച്ച് കീച്ചുക. നമ്മളാണ് പാടാൻ നേരത്ത്, നമ്മളാണ് ഡയറക്ടർ, നമ്മളാണ് പ്രൊഡ്യൂസർ, നമ്മളാണ് സിംഗർ, നമ്മളാണ് അഭിനേതാവ്, അത്രയേ ഉള്ളൂ. നമ്മളാണ് രാജാവ് അവിടെ നിന്ന് പാടുക, അതങ്ങോട്ട് മ്യൂസിക് ഡയറക്ടർ പറയുന്ന അനുസരിച്ച് നമ്മൾ ഗൈഡ് ചെയ്തങ്ങ് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ വിഷ്വൽ കണ്ട് നമുക്ക് പാടാൻ പറ്റുന്നത് വളരെ 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 ചുരുക്കം. ഒന്നും തന്നെയല്ല. എനിക്ക് തോന്നുന്നു എൻ്റെ ഇതിൽ 1 2 3
ഹാർഡ്ലി പാടിയിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. കൂടുതൽ ഡബ് സിനിമകൾക്കാണ് വരുന്നത്. ഇപ്പം അതും മാറി. ഇപ്പോൾ അപ്പോൾ തന്നെ എല്ലാം ഒരു ടൈം റിലീസാണല്ലോ, പാൻ വേൾഡ് അല്ലെങ്കിൽ പാൻ ഇന്ത്യ റിലീസാണല്ലോ എല്ലാം. അതുകൊണ്ട് അത് ഭയങ്കര കുറവാണ്. വെരി റെയർലി ഇറ്റ് ഹാപ്പൻസ്. ഇപ്പം ദേവരാജ മാഷിന്റെ അവിടെ പറയുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, കുറച്ചല്ല കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പം അന്ന് പഠിച്ച കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ചേർത്ത് വയ്ക്കുന്ന കാര്യങ്ങൾ എന്തായിരിക്കും? ഒരു 3-4 എണ്ണം പറഞ്ഞു. ഒന്ന് പങ്ക്ച്വാലിറ്റി. അതിങ്ങനെ ഒരിക്കൽ അതായത് അദ്ദേഹം എന്നെ കുറേ പാട്ടുകളൊക്കെ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ മുമ്പ്, അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ദേവരാജ മാസ്റ്ററിൻ്റെ ഹാർഡ് കോർ ഫാൻസാണ്. അപ്പോൾ ദേവരാജ മാസ്റ്ററിൻ്റെ മുമ്പിൽ ഒരു പാട്ട് പാടാൻ ഒരു അവസരം കിട്ടുമോ എന്നിങ്ങനെ അച്ഛനും അമ്മയും ഇങ്ങനെ, ഒരു ചേട്ടനുണ്ട്, പ്രകാശ് ചേട്ടൻ വഴിയാണ് ഞാൻ പോകുന്നത് മാസ്റ്ററിൻ്റെ അടുത്ത്. ഒരു പാട്ട് മാസ്റ്ററിൻ്റെ മുമ്പിൽ ഒന്ന് പാടിയാൽ മതി, എടുക്കാതിരിക്കൊന്നും വേണ്ട, അവനൊരു പാട്ട് പാടിയാൽ മതി, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പ്രകാശ് ചേട്ടൻ കൊണ്ടുപോകുന്നു, പാടിപ്പിക്കുന്നു. അപ്പോൾ പാടിക്കുമ്പോൾ മാസ്റ്റർ ഇങ്ങനെ കിടക്കുക. അപ്പോൾ ഞാൻ അന്ന് ജയചന്ദ്രൻ മാഷിൻ്റെ ഒരു പാട്ട്, മധുചന്ദ്രികയുടെ ചായത്തളികയിൽ മഴവിൽ പൂമ്പൊടി ചാലിച്ചു, ഇങ്ങനൊരു പാട്ടാണ് പാടുന്നത്, ഒരു ലവ് സോങ്. മാസ്റ്റർ ഇങ്ങനെ കേട്ട് കണ്ണടച്ച് കിടന്ന് ഉറങ്ങുക. മാസ്റ്റർ ഒന്നും അറിയുന്നില്ല, ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ പ്രകാശ് ചേട്ടൻ്റെ അടുത്ത് ബാക്കിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു പൊക്കോ എന്ന് പറഞ്ഞ്, ഞാൻ പറഞ്ഞു ഓക്കെ പറഞ്ഞ് ഞാനങ്ങ് പോയി. അപ്പോൾ ഞാൻ തിരിച്ചു വന്ന് അച്ഛൻ്റെ അടുത്ത് അമ്മയുടെ അടുത്ത് പറഞ്ഞു, ഇഷ്ടപ്പെട്ടൊന്നും എനിക്കറിയില്ല, ഞാൻ എന്തായാലും പാടി ഇങ്ങനെ തിരിച്ചു വന്നു. ഞാനും അത് അങ്ങനെ എടുത്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ പ്രകാശ് ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു, അവൻ്റെ പാട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, വരാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ മാസ്റ്ററിൻ്റെ അടുത്ത് പഠിക്കുന്നു. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കുറേ പാട്ടുകൾ കേൾക്കുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് നേരിട്ട് നമ്മൾ പറയില്ല, ഗുരുമുഖത്തുനിന്ന് ആ പാട്ടുകൾ പഠിക്കാൻ പറ്റുന്നു. അതെല്ലാം പഠിച്ചു വന്നപ്പോൾ അദ്ദേഹം ഒരു വയലാർ ദേവരാജൻ എല്ലാ വർഷവും തിരുവനന്തപുരത്ത് നടത്തുന്ന ഒരു പ്രോഗ്രാമുണ്ട്. ഇപ്പോഴും സ്റ്റിൽ നടന്നു പോകുന്നൊരു പ്രോഗ്രാമാണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട്, അപ്പോൾ ദേവരാജ മാസ്റ്റർ ഉള്ള കാലം വരെ ദേവരാജ മാസ്റ്ററായിരുന്നു അത് നടത്തിയിരുന്നത്. അങ്ങനെ ദേവരാജ മാസ്റ്റർ ഇത് ഓർഗനൈസ് ചെയ്യുന്നു, എല്ലാം കഴിയുന്നു, പ്രാക്ടീസ് സംഭവങ്ങൾ ഇതെല്ലാം പറയുന്നു, എല്ലാം കഴിഞ്ഞ് ഫൈനൽ പ്രാക്ടീസിൻ്റെ ദിവസം ഞാനൊരു അരമണിക്കൂറാണോ ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ ഒന്ന് ലേറ്റായപ്പോൾ എന്നെ ഇങ്ങനെ വിളിച്ച്, കറണ്ട ഈ ഭാഗത്തേക്കേ കറണ്ട, അവിടെ വെളിയിൽ നിൽക്കാൻ പറഞ്ഞു, പുറത്ത് നിന്നാൽ മതി, ദേവരാജൻ്റെ ഈ പ്രോഗ്രാമിൽ നീ പാടണ്ട, പുറത്ത് നിന്നോളാൻ പറഞ്ഞു. പിന്നെ എനിക്ക് ബേസിക്കലി നാണമില്ലാത്തതുകൊണ്ട് ഞാനവിടെ സൈഡിലിങ്ങനെ നിൽക്കുക, ഞാനിങ്ങനെ കാത്ത്, കാരണം എനിക്ക് വീട്ടിൽ പോകാൻ പറ്റില്ല, വീട്ടിൽ പോയി അച്ഛനും അമ്മയും പുറത്താക്കുമെന്ന് എനിക്കറിയാം. ഞാനിങ്ങനെ സൈഡിലിങ്ങനെ നിൽക്കുക. ഇടയ്ക്കിടയ്ക്ക് ഓരോ പാട്ട് കഴിയുമ്പോൾ ഇങ്ങനെ മാസ്റ്റർ ഇങ്ങനെ എന്നെ നോക്കുന്നുണ്ട്. പിന്നെയും ഇതാണ്, അങ്ങനെ എല്ലാവരുടെയും പാട്ടുകൾ നോക്കിയതിന് ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു സമയം പറഞ്ഞാൽ കൃത്യമായിട്ട് ഇവിടെ എത്തിയിരിക്കണം, എൻ്റെ പ്രോഗ്രാമിന് അത് വന്നേ പറ്റുള്ളൂ, അതുകൊണ്ട് മാക്സിമം ഞാൻ പങ്ക്ച്വലാവാം. പക്ഷേ ഇവിടെ കറക്റ്റായിട്ട് എത്തിയില്ലേ, 10 മിനിറ്റ് ലേറ്റ് ആയിരുന്നില്ലേ. അപ്പോൾ ട്രാഫിക് നമുക്ക് എക്സാക്ട്ലി ഇത് തന്നെ ദേവരാജ മാസ്റ്ററിൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ ലേറ്റായി 10-15 മിനിറ്റ് ലേറ്റായി പറഞ്ഞു, ട്രാഫിക് ആയിരിക്കും അല്ലേ. ഞാൻ മാസ്റ്റർ അതെ, ഇവിടെ നിന്നാൽ മതി, ട്രാഫിക് കഴിയുന്നത് വരെ ഇവിടെ നിന്നാൽ മതി എന്ന് പറയും. മാക്സിമം പങ്ക്ച്വലാക്കാൻ നോക്കുന്നുണ്ട്. പിന്നെ ആ ഡെഡിക്കേഷൻ, ആ പാട്ടിനോടൊരു പാട്ട് എങ്ങനെ അപ്രോച്ച് ചെയ്യണം. എൻ്റെ ശബ്ദത്തിൽ ഞാൻ ആ സമയത്ത് മുഴുവൻ കുറച്ച് പെപ്പി ഫാസ്റ്റ് നമ്പേഴ്സ് ആയിട്ടുള്ള പാട്ടാണ് ഞാൻ സെലക്ട് ചെയ്തിരുന്നത്. എൻ്റെ ശബ്ദത്തിന് ലവ് സോങ്സ് അല്ലെങ്കിൽ റൊമാൻറ്റിക് സോങ്സ് വഴങ്ങും എന്ന് മനസ്സിലാക്കിപ്പിച്ച് തന്ന്, അല്ലെങ്കിൽ എനിക്ക് ചൂണ്ടിക്കാണിച്ചു തന്നത്, നീ ഇങ്ങനത്തെ പാട്ടുകൾ എടുത്ത് നോക്ക് എന്ന് പറഞ്ഞിട്ട് എനിക്ക് പറഞ്ഞു തന്നത് ദേവരാജ മാസ്റ്ററാണ്. അതുവരെ ഞാനിങ്ങനെ കുറച്ച് ഫാസ്റ്റ് നമ്പർ, കുറച്ച് അങ്ങനെ പെപ്പി നമ്പേഴ്സായിരുന്നു കൂടുതലും എടുത്തിരുന്നത്. അങ്ങനെ അതൊക്കെ അങ്ങനത്തെ ഒരു തിരിച്ചറിവുകളായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ഓരോ പാട്ടുകൾ, പിന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യം കിട്ടിയെന്ന് വെച്ചാൽ അദ്ദേഹം സ്വന്തമായിട്ട് കമ്പോസ് ചെയ്ത ഫ്രഷ് 2 സോങ്സ് എനിക്ക് പാടാൻ പറ്റി എന്നുള്ളതാണ്. അതിൻ്റെ ഒരു റെക്കോർഡ് ഇതൊക്കെ ഇറങ്ങിയിരുന്നു, എൻ്റെ വീട്ടിലുണ്ടത്. അപ്പോൾ അതൊക്കെ എന്നെ സംബന്ധിച്ച്, അതായത് നമ്മൾ കേൾക്കുന്ന 60-70 കാലഘട്ടത്തിലെ ദാസാർ എന്ന ഗായകനെ കൊണ്ടുവന്ന, അല്ലെ ജയചന്ദ്ര മാഷ് എന്ന ഗായകനെ കൊണ്ടുവന്ന ഒരു വലിയ, നമ്മുടെ ഇന്ത്യയിലെ തന്നെ ബെസ്റ്റ് 10 മ്യൂസിക് ഡയറക്ടർ അല്ല 5 മ്യൂസിക് ഡയറക്ടേഴ്സിൽ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ദേവരാജ മാസ്റ്ററുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു വലിയ മ്യൂസിക് ഡയറക്ടറിൻ്റെ ഒരു 3-3.5 വർഷം ഒരു ഗുരുകുല വിദ്യാഭ്യാസം പോലെ എനിക്ക് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലൊരു ഗോൾഡൻ എറ തന്നെയായിരുന്നു. ആ സമയത്ത് ഒത്തിരി പഠിച്ചു അദ്ദേഹം, ഭയങ്കര ദേഷ്യമാണ് അദ്ദേഹത്തിന്. പല പ്രാവശ്യം പുറത്താക്കിയിട്ടുണ്ട്. ഞാനവിടെ തന്നെ നിൽക്കും, ഞാൻ തിരിച്ച് വീണ്ടും കയറ്റും. അതാണ് അവരുടെയൊക്കെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. നമുക്ക് ദേഷ്യപ്പെട്ട് നമ്മുടെ അടുത്ത്
നമ്മ വഴക്ക് പറഞ്ഞെങ്കിലും അതൊന്നും മനസ്സിൽ വെക്കുന്നവരല്ല. അടുത്ത സെക്കൻഡ് ആകുമ്പോൾ കയറിയിരിക്കൂ, നമുക്ക് വന്ന തെറ്റുകുറ്റങ്ങളൊക്കെ പറയും, വരാൻ പറയും, കയറിയിരിക്കാൻ പറയും. അങ്ങനെ ദേഷ്യം മനസ്സിൽ വെക്കുന്ന ആളായിരുന്നില്ല ദേവരാജ മാസ്റ്റർ. അതൊക്കെ വലിയൊരു ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു ദേവരാജ മാസ്റ്ററിൻ്റെ. ഞാൻ കുറച്ച് പേരുടെ പേര് പറയാം, ഇതേപോലെ പഠിച്ച കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ടെൻഷൻ ആക്കല്ലേ, എനിക്കറിയില്ല അതൊന്ന്. മോഹൻ സിത്താര സർ എൻ്റെ വോയിസിൽ ഏറ്റവും കൂടുതൽ എക്സ്പെരിമെൻ്റ് ചെയ്ത ആളാണ് അദ്ദേഹം. ലവ് സോങ്സ് തന്നെ പല രീതിയിലുള്ള ലവ് സോങ്സ്, ഖവാലി, ഫാസ്റ്റ് നമ്പേഴ്സ്, അങ്ങനെ ഒത്തിരി എക്സ്പെരിമെൻ്റ് ചെയ്ത ഒരാളാണ് അദ്ദേഹം. അലക്സ് പോൾ സർ ഒരുപാട് ഹിറ്റ് തന്നു എനിക്ക്. ഞാനിങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് ഒത്തിരി ഹിറ്റ് തന്ന ഒരാളാണ് അദ്ദേഹം. ഇതേപോലെ തന്നെ പല ടൈപ്പ് ഓഫ് സോങ്സ് എന്നെക്കൊണ്ട് ട്രൈ ചെയ്യിപ്പിച്ച്, പിന്നെ അദ്ദേഹം എന്നിൽ വിശ്വാസം അർപ്പിച്ച് ഓരോ പാട്ടുകൾ എനിക്ക് തരുന്നത് എനിക്ക് കൂടുതൽ കോൺഫിഡൻസ് തന്നൊരു സമയമായിരുന്നു അത്. ഇപ്പോഴും സ്റ്റിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഇറങ്ങാൻ പോകുന്ന സിനിമ വരെ പാടി. വിദ്യാജി ഇസ് എന്താ പറയണ്ടേ, ഇറ്റ്സ് എ യൂണിവേഴ്സിറ്റി. അദ്ദേഹം ഫാസ്റ്റ്, വെരി ഫാസ്റ്റ്. ഇങ്ങനെ ഞാൻ പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുള്ള കാര്യം, അദ്ദേഹത്തിൻ്റെ ഒരു ഡൈ ഹാർട്ട് ഫാനാണ് ഞാൻ സ്റ്റിൽ. ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ജെൻസി കുട്ടികൾ വരെ വിദ്യാജിയുടെ പാട്ടുകൾ ഇതൊരു കോമ്പോസിഷനാണ്. ഇപ്പോൾ ഏവാട തെമ്മാടി, വാലെടുത്ത അലങ്കക്കലി, മറ്റേ എന്താണ് നാടോടി പൂന്തിങ്കൾ, എൻ്റെ എല്ലാം എല്ലാമല്ലേ, ഇതെല്ലാം ഞാൻ നമ്മുടെ ഇതിൽ പാടുന്നതാണ്. ഇപ്പോഴും അതെല്ലാം ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴും അതിൻ്റെ ഫ്രഷ്നെസ് മാറാതെ ഇത്രയും പാട്ടുകളെടുത്ത് എത്ര പാട്ടുകൾ വിദ്യാജിയുടെ പാട്ടുകൾ അനക്കയുടെ ലൂപ്പിലുണ്ടാവും, അല്ലെങ്കിൽ പ്ലേലിസ്റ്റിലുണ്ടാവും. അതാണ് ആ പാട്ടിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറേ പാട്ടുകൾ അങ്ങനെ, ഈസ് എ യൂണിവേഴ്സിറ്റി, വെരി ഫാസ്റ്റ്. നേരെ കൊണ്ടുവരുന്നു, പാട്ട് പാടുന്നു, കച്ചന്ന് പറഞ്ഞ് പാട്ട് പഠിപ്പിക്കുന്നു, നേരെ കയറ്റുന്നു, പാടുന്നു, അതൊരു വേറൊരു കിക്ക് തരുന്നത്, വേറൊരു വൈബാണ് അദ്ദേഹം. എനിക്കൊരു ഡൈ ഹാർട്ട് ഫാൻ എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ അദ്ദേഹത്തിൻ്റെ ഓരോ പാട്ടുകൾ, അദ്ദേഹത്തിനെ കാണുമ്പോൾ ഞാനിങ്ങനെ ആരാധനയോടുകൂടി ഇങ്ങനെ നോക്കി. ഒരു ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് അദ്ദേഹം തരുന്നത്, അദ്ദേഹത്തിൻ്റെ ചിരി. ഞാനിങ്ങനെ കുറേ നേരം ഇത്രയും പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരുപാടൊന്നും ഞാൻ എനിക്ക് അവസരങ്ങൾ പലതും, അത് ഞാനും അദ്ദേഹം മാത്രം ഇരിക്കുന്ന കുറേ അവസരങ്ങളുണ്ട്. അദ്ദേഹം റെക്കോർഡിങ്ങിൻ്റെ ഇടയിൽ ബ്രേക്ക് എടുത്ത് പുറത്ത് വരുമ്പോൾ, അപ്പോഴൊക്കെ വളരെ കുറച്ച് സമയങ്ങൾ മാത്രമേ കൂടുതൽ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ അദ്ദേഹത്തിന്. ഞാൻ കൂടുതലും അദ്ദേഹത്തിന് ഇങ്ങനെ മാറി നിന്ന് കണ്ട് ആസ്വദിക്കാനാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ ഇങ്ങനെ മനസ്സിലായത്. അത് എല്ലാം തമിഴ്, തെലുങ്ക്, മലയാളം എല്ലാം. ഹീസ് എ യൂണിവേഴ്സിറ്റി. വിദ്യാജിയുടെ ഇഷ്ടമുള്ള, അതായത് ചേട്ടൻ പാടിയതല്ല, അല്ലാതെ ഇഷ്ടമുള്ള പാട്ടുകൾ 5 എണ്ണം പറഞ്ഞു. ഭയങ്കര 5 എണ്ണം പറയണം. 5 അല്ല, ഞാൻ 10, 15, 20 ഞാൻ പറയും. പിന്നെയും പിന്നെയും ആരോഗ്യനാവിൻ്റെ ഒരു രാത്രി കൂടി വിടവാങ്ങവേ. ഏതാ പറയണ്ടേ? കിളി വന്നു കൊഞ്ചിയ ജാലകവാതിൽ കളിയായി ചാരിയതാരേ. ഫാസ്റ്റ് നമ്പേഴ്സ് ഇറങ്ങണമെങ്കിൽ കൺഫ്യൂഷൻ തീർക്കണമേ, എൻ്റെ കൺഫ്യൂഷൻ തീർക്കണമേ. ഞാൻ ആദ്യം വിദ്യാജിയുടെ മുമ്പിൽ പാടുന്നതല്ല, അദ്ദേഹത്തിന് വേണ്ടി ആദ്യം ട്രാക്ക് പാടുന്നത്. മിന്നിത്തെന്നും നക്ഷത്രങ്ങൾ വിണ്ണിൽ ചിന്നുന്നു, അതിൻ്റെ ട്രാക്ക് ഞാനാണ് പാടിയത്. മിഴിയറിയാതെ വന്നു നീ എൻ്റെ എല്ലാം എല്ലാം അല്ലേ, എൻ്റെ എത്ര പാട്ട് വേണം അദ്ദേഹത്തിൻ്റെ, ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടംപോലെ. മറ്റേ ഇപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ തമിഴിൽ ഹിറ്റായ താമരപ്പൂക്കും തണ്ണിക്കും എണ്ണയ്ക്ക്, അദ്ദേഹത്തിൻ്റെ തമിഴ് ഒത്തിരി ഉണ്ട്, ഒരുപാട്. അഴകൂരിൽ പൂത്തവളെ എന്നെ അടിയോട് സായ്ത്തവളെ, മനസ്സ് നിറയും അദ്ദേഹത്തിൻ്റെ പാട്ട്. നമുക്കിങ്ങനെ ഒത്തിരി ഉണ്ട്. ഇത് പറയുമ്പം ഒരു എന്താ പറയുക, റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ പാടുന്നതും സ്റ്റേജിൽ പാടുന്നതും രണ്ടും രണ്ടാണ്. എനിക്ക് തോന്നുന്നു വിദ്യാസാഗർ ഒരു ഷോ ഉണ്ടായിരുന്നില്ലേ ഇവിടെ? ഇല്ല, ഞാൻ അന്ന് എബ്രോഡായിരുന്നു. എന്നെ വിളിച്ചിരുന്നു, അന്ന് എബ്രോഡായിരുന്നതുകൊണ്ട് എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല. വലിയൊരു വിഷമം ഉണ്ടാക്കിയൊരു അതെ. ആ സമയത്ത് എബ്രോഡായിരുന്നതുകൊണ്ട് എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ല. ഫസ്റ്റ് വിദ്യാജി എന്നെ വിളിച്ചിരുന്നു, കാര്യങ്ങളൊക്കെ ഇങ്ങനെ, വിദ്യാജി അല്ല, അദ്ദേഹത്തിൻ്റെ മാനേജർ മുരുകൻ സാറ് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ
പെർഫോം ചെയ്യാൻ പറ്റിയില്ല എനിക്ക്. അതെ, അത് ഉണ്ടല്ലോ, അതായത് സ്റ്റുഡിയോയിൽ പാടുന്നതും സ്റ്റേജിൽ പാടുന്നതും രണ്ടും രണ്ടാണ്. ഇപ്പൊ ചേട്ടൻ നേരത്തെ പറഞ്ഞു പ്രിപ്പറേഷൻ ഇല്ല എന്നുള്ളത്, ബട്ട് സ്റ്റിൽ പ്രാക്ടീസ് ഉണ്ടാവുമല്ലോ. Yeah. ഇത് രണ്ടും രണ്ട് ത്രോ അല്ലേ. അതെ, നമ്മള് സ്റ്റുഡിയോയിൽ പാടുമ്പോൾ നമുക്ക് പതുക്കെ പാടിയാൽ മതിയായിരിക്കും, പക്ഷെ സ്റ്റേജിൽ വി ഹാവ് ടു സിംഗ് ലൗഡ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ബാസ് കൂട്ടി പാടും. അതെ, അതെ, അതെ. അത് മാനേജ് ചെയ്യുന്നത് എങ്ങനെയാ? രണ്ടിനും രണ്ട് ഇഫക്റ്റ് ആണ്, രണ്ട് ടോട്ടലി രണ്ട് എക്സ്പീരിയൻസ് ആണ്, രണ്ട് രീതിയാണ് അത് ഹാൻഡിൽ ചെയ്യേണ്ടത്. റെക്കോർഡിങ്ങിന് നമുക്കിപ്പോൾ ആകെ മ്യൂസിക് ഡയറക്ടർ നമ്മൾ മാത്രം കാണും, ഒരു 4 ചുവരിനുള്ളിൽ നമ്മൾ പാടുന്നു. നമുക്ക് പാടിക്കഴിഞ്ഞാൽ മ്യൂസിക് ഡയറക്ടർ മാത്രമേ കേൾക്കുന്നുള്ളൂ, നമുക്ക് പലതും എക്സ്പെരിമെൻ്റ് ചെയ്യാം എല്ലാം. അങ്ങനെ എന്താ പറയണ്ടേ, ഇങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. നമ്മൾ പാടുന്നു, പലതും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇതെല്ലാം കഴിഞ്ഞിട്ടൊരു പ്രോഡക്റ്റ് ആയിട്ടാണല്ലോ വരുന്നത് എൻ്റെ സോങ് എന്ന് പറയുന്നത്. സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ഗെയിം. അത് നമ്മൾ പലതും ഉണ്ട്, അതിനകത്ത് റിസ്ക്സ് ഭയങ്കര കൂടുതലാണ്. നമ്മൾ പാടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അപ്പം റിയാക്ഷൻ വരും, കൊള്ളൂല്ലെങ്കിൽ കൂവും ആൾക്കാർ, എൻജോയ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം കൈയടിക്കും. പിന്നെ അതിനകത്ത് ഈ പറഞ്ഞ പോലെ തന്നെ എക്സ്പെരിമെൻ്റ് ഇംപ്രവൈസ് ചെയ്യാം നമുക്ക്, പക്ഷേ എന്നാലും ഒരു 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 ലിമിറ്റേഷനുണ്ട്. നമുക്ക് ആ ഒരു ട്രാക്ക് അല്ലെങ്കിൽ അതിനകത്ത് നിന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്കൊരു സോങ് എടുത്തു കഴിയുമ്പോൾ. പിന്നെ സ്റ്റേജ് ഷോസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും കൂടുതലൊരു കിക്ക് തരുന്നൊരു സംഭവമാണ്. അത് ആൾക്കാർ ഈ പറഞ്ഞ പോലെ അതിൻ്റെ അപ്പം തന്നെ അതിൻ്റെ ഔട്ട്പുട്ട് അറിയുക, അല്ലെ അപ്പം തന്നെ അതിൻ്റെ റിയാക്ഷൻ അറിയുക, ആൾക്കാർ സന്തോഷിക്കുക, ആൾക്കാരുമായിട്ട് വൈബ് ചെയ്ത് പാടുക. അത് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ഗെയിം അല്ലേ. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിംഗിങ്ങും ഭയങ്കര വ്യത്യാസമാണ്. ഇപ്പോൾ ഞാൻ വാളെടുത്താൽ സ്റ്റുഡിയോയിൽ പാടിയതുപോലെ അല്ല ഞാൻ സ്റ്റേജിൽ പാടുന്നത്. അതിന് കുറച്ചുകൂടെ ഒരു പവർ വേണം, ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത്, ഇതെല്ലാം എവറിത്തിങ് ഇറ്റ് കൗണ്ട്സ് അല്ലേ. അപ്പോൾ സ്റ്റുഡിയോയും ഇതെന്ന് പറയുന്നത്, സ്റ്റുഡിയോയിൽ പാടാൻ നേരത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ല തന്നെ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഞാൻ അങ്ങനെ വലിയ പ്രിപ്പറേഷൻസ് ഒന്നും എടുക്കാറില്ല. ധാരാളം കേട്ട് വരുമ്പോൾ ഇന്ന മൂഡിലുള്ളൊരു പാട്ടാണെന്ന് പറയുമ്പോൾ ഓക്കെ, ഇന്ന മൂഡിലെന്ന് പാട്ട് പറയുമ്പോൾ ഇങ്ങനെ കുറേ പാട്ടുകൾ മുമ്പ് പാടി വെച്ച് ദാസാർ, ശ്രീകുമാരേട്ടൻ, SPB ഒക്കെ ഇങ്ങനെ പാടി വെച്ചിരുന്ന കുറേ പാട്ടുകൾ ഇങ്ങനെ മനസ്സിൽ വരും. അത് നമുക്ക് എടുക്കാമല്ലേ, അങ്ങനത്തെ രീതിയിൽ എടുക്കാമല്ലേ എന്ന് പറഞ്ഞ് പാടുന്നതല്ലാതെ വലിയ പ്രിപ്പറേഷൻസ് ഒന്നും സ്റ്റുഡിയോയിൽ ആ മൂഡനുസരിച്ച് പാടി പോകും. പിന്നെ മ്യൂസിക് ഡയറക്ടർ ഇപ്പോൾ അദ്ദേഹത്തിനെ പോലെ, ഇപ്പോൾ വിദ്യാജി അല്ലെങ്കിൽ മോഹൻ സിത്താര സാറിനെ പോലത്തെ മ്യൂസിക് ഡയറക്ടേഴ്സിന് അദ്ദേഹത്തിന് അവർക്ക് വ്യക്തമായ ധാരണയുണ്ട്. ഔസേപ്പച്ചൻ സാർ, അദ്ദേഹത്തിൻ്റെ കുറേ പാട്ടുകൾ പാടിക്കാൻ. അപ്പോൾ വ്യക്തമായ ധാരണയുണ്ട്, അങ്ങനെ മതി എന്നുള്ളത്, അത് മതി എന്നുള്ളത് കൃത്യമായിട്ട് പറയും. അപ്പോൾ നമുക്ക് കൂടുതൽ പണിയില്ല. പക്ഷേ സ്റ്റേജ് ഷോ എന്ന് പറയുമ്പോൾ നമുക്ക് കുറേ നമ്മളിങ്ങനെ ഓക്കെ ഇതെങ്ങനെ ഭംഗിയാക്കാം, ഇതെങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും, എല്ലാം ഉണ്ട്. ലൈറ്റ്സ്, LED, നമ്മുടെ ബാൻഡിൻ്റെ പെർഫോമൻസ്, അതിലെങ്ങനെ ഒരു ട്രാക്ക് നമുക്കിങ്ങനെ മാക്സിമം ആ പാട്ടിൻ്റെ തന്നെ ഭംഗി മാറ്റാതെ, ഇപ്പം അങ്ങനെയാണല്ലോ ബാൻഡിൻ്റെ പെർഫോമൻസ് അങ്ങനെയുള്ളത്, നമ്മൾ ആ പാട്ടിൻ്റെ ഭംഗി മാറ്റാതെ എങ്ങനെ നമുക്ക് ഇത് പെർഫോം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റും. ഒരു റിസ്ക്കും ഉണ്ട്, ഒരു ചാലഞ്ചുമാണ്. പക്ഷേ വി ഓൾ എൻജോയ് ഡൂയിങ് ദാറ്റ്. അപ്പോൾ അതുകൊണ്ട് രണ്ടിനും രണ്ട് തന്നെ രീതിയാണ്, ടോട്ടലി ഡിഫറെൻ്റ് ആണ് രണ്ടും. പക്ഷെ നിങ്ങളാണ് കൂടുതൽ സ്റ്റേജ് ഷോസ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത്, നിങ്ങളുടെ ഈ ബാച്ച്. ഇപ്പം ഈ പറഞ്ഞ അതുണ്ടല്ലോ ഡബ്ബ് പാട്ടുകൾ എന്ന് പറയുന്നത്, അതും ഇവിടെ ഭയങ്കര സെൻസേഷൻ ആയിരുന്നു. ഒരു കാലത്ത് അല്ലു അർജുൻ്റെ പാട്ടുകൾ പാടിയിട്ടുണ്ടായിരുന്നു വിജയേട്ടനാണെന്ന് വിചാരിച്ചിരുന്ന ആളുകളുണ്ട്. അല്ലു അർജുൻ ഡബ് ചെയ്തിരുന്നത് വരെ ഞാനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ജിസ്മോനാണ് ചെയ്തതെന്നുള്ളത് മനസ്സിലാവുന്നത്. അതെ അതെ, അത് ഉണ്ടല്ലോ. അതായത് ഡബ്ബ് പാട്ടുകൾക്ക് പാടുന്നത് പഠിക്കുന്നത്, ഞാൻ ആദ്യം പാടുന്നത് മറ്റേ ഫീൽ മൈ ലവ് എന്ന പാട്ടാണ്. അതായിരുന്നു എൻ്റെ തുടക്കം അല്ലു അർജുൻ്റെ. ഇപ്പോഴും ഈ പറഞ്ഞ പോലെ അല്ലു അർജുൻ്റേതായിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ഓഡിയൻസ് ഉണ്ട് നമുക്ക് നമ്മുടെ കേരളത്തിൽ. അദ്ദേഹത്തിൻ്റെ കുറേ പാട്ടുകളും അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെടുന്ന ഈ പറഞ്ഞ പോലെ ജെൻസി കുട്ടികൾ തന്നെ, അത് എനിക്കിപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട്, ഇതൊക്കെ പിള്ളേർ കേട്ടിരുന്നോ, അല്ലെ കേൾക്കുന്ന പാട്ടുകളായിരുന്നോ എന്നുള്ളത്. നമുക്ക് അറിയില്ലല്ലോ ഇവർ ഏതൊക്കെ ടൈപ്പ് ഓഫ് പാട്ട്. പക്ഷേ എല്ലാ പാട്ടുകളും, ഫീൽ മൈ ലവ്, പിന്നെ മറ്റേ കൃഷ്ണയിലെ എന്താണ് എന്നെന്നും ഉണരവേ ആ പാട്ട്, പിന്നെ പൊടിപാറും പൂരമല്ലേ, അതെല്ലാം ഇങ്ങനെ കേൾക്കുമ്പോൾ ഞാൻ എനിക്ക് എല്ലാ കുട്ടികൾക്കും അറിയാം, എല്ലാവർക്കും അറിയാവുന്ന പാട്ടുകളാണ്. അങ്ങനെ ഒത്തിരി പാട്ടുകൾ അല്ലുവിൻ്റെ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. അത് ഈ നിങ്ങൾക്കറിയാത്ത അന്ന് യൂട്യൂബ് അല്ലാത്തോണ്ടായിരിക്കും സൂര്യ മ്യൂസിക്കിലേക്ക് ഇത് പിന്നെ സിനിമകൾ വരും, സിനിമകൾ ഇടയ്ക്ക് വരുമ്പോൾ അത് കാണും. അങ്ങനെ മനസ്സിൽ കയറുന്ന പാട്ടുകളാണല്ലോ. അന്ന് എനിക്ക് തോന്നുന്നു അല്ലു തന്നെ ഉള്ളൂ അല്ലേ, അന്ന് അല്ലു വേറെ ആരും വേറെ സിനിമ ഇത്രയും പോപ്പുലർ ആയിട്ടില്ല.
മലയാളം സിനിമകളാന്ന് തന്നെ വിചാരിച്ചിരുന്ന ഒരു തലമുറയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കണത്. ഇത് ഏതാ ഈ നടന്നത്? ഏത് നാട്ടുകാരനാന്നൊക്കെ? അല്ലു അർജുന്റെ സ്വന്തം ശബ്ദം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാലമുണ്ട് നമുക്ക്. ഇതൊക്കെ പറയുമ്പോഴും ഇതിൻ്റെ നെഗറ്റീവ് സൈഡുകളുണ്ട് ഈ ഇൻഡസ്ട്രിയുടെ തന്നെ ഇതിൻ്റെ കൂടെ വരുമ്പോൾ. ഇപ്പം ഈവൻ വിജയ് യശോദ വരെ പറഞ്ഞിട്ടുണ്ട്, മലയാളം ഇൻഡസ്ട്രിയിൽ പാട്ടുകാർക്ക് കിട്ടുന്ന റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് വളരെ കുറവാണ്, നമുക്കതൊരു പ്രൈമറി സോഴ്സ് ഓഫ് ഇൻകം ആയിട്ട് വയ്ക്കാൻ പറ്റാത്ത തരത്തിലാണ് ഉള്ളത് എന്നുള്ളത്. അപ്പം ഇപ്പം ചേട്ടൻ പറഞ്ഞ ചേട്ടൻ പാട്ടുകാരനായി മാത്രമായിട്ട് നിൽക്കുമ്പോൾ ഇത് ബാലൻസ് ചെയ്യുക, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നൊരു കാര്യം ഉണ്ടല്ലോ, അതെങ്ങനെയായിരുന്നു ഈ ഗോഡ് ഫാദർ ഇല്ലാതെ വന്ന ഈ നെട്ടോട്ടത്തിൻ്റെ ഇടയിൽ? ഒന്നെന്ന് പറയുന്നത് എൻ്റെ ഫാമിലിയിലൊരു ഒരു ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടിൻ്റെ ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. ബ്ലെസ്സിങ്, എനിക്ക് അത് വലിയൊരു ബ്ലെസ്സിങ് തന്നെയായിരുന്നു. പിന്നെ നമ്മുടെ മലയാളം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി സ്മോൾ. നമ്മളുടെ മാപ്പിലെടുത്ത് നോക്കുമ്പോൾ ഡൽഹി ഇതിങ്ങനെ കഴിഞ്ഞ് വന്നിട്ട് അവസാനം കേരളം ഇത്രയേ ഉള്ളൂ, മനസ്സിലായില്ലേ? അപ്പം ഇപ്പം നമ്മളുടെ സിനിമകൾ ആ ഒരു റിയലിസ്റ്റിക് ഒരു മോഡുണ്ടല്ലോ നമ്മളുടെ സിനിമകളുടെ, അത് കാരണം ഇപ്പം പാൻ ഇന്ത്യ ചർച്ച ചെയ്യപ്പെടുന്നൊരു സിനിമയാണ്. ഇപ്പം മാറി. എനിക്കൊന്ന് പാൻഡമിക്കിന് ശേഷമാണ് ആ ഒരു വ്യത്യാസം ഭയങ്കരമായിട്ട് വന്നത്. ഇപ്പം നമ്മുടെ മറ്റേ കുമ്പളങ്ങി നൈറ്റ്സ് തൊട്ടാണെങ്കിൽ കുമ്പളങ്ങി നൈറ്റ്സ്, മഞ്ഞുമൽ ബോയ്സ്, അങ്ങനെ എല്ലാം പാൻ ഇന്ത്യ ചർച്ച ചെയ്യപ്പെടുന്ന സിനിമകളാണ്. പണ്ട് നമ്മളൊക്കെ വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് ഇൻഡസ്ട്രിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഇൻഡസ്ട്രിക്ക് പറ്റുന്ന ആ ഒരു ബഡ്ജറ്റ് സിനിമകൾ ഇറങ്ങുമ്പോൾ അവർക്ക് പറ്റുന്ന ഒരു ബഡ്ജറ്റ് സംഭവങ്ങൾ മാത്രമേ. ഇപ്പം ഞാൻ വീണ്ടും തുറന്നു പറയാമല്ലോ, ഞാൻ ഒത്തിരി പാട്ടുകളുണ്ട് എനിക്ക് പൈസ തരാം എന്ന് പറഞ്ഞിട്ട് പൈസ തരാതെ പോയവർ, എന്നെ പറ്റിച്ചിട്ട് പോയവർ, അയച്ചു തരാം എന്ന് പറഞ്ഞവരൊക്കെ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. എൻ്റെ വീട്ടിലുണ്ട് ഇഷ്ടംപോലെ ചെക്കുകളും എല്ലാ കാര്യങ്ങളും ഒക്കെ ഇരിപ്പുണ്ട്. അതെല്ലാം ഈ പറഞ്ഞ പോലെ ഈ യാത്രയുടെ ഒരു ഭാഗമാണ്. പക്ഷേ ഇതിലെല്ലാം ബാലൻസ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട് നമുക്ക്. ഇപ്പം ഒരു പാട്ടുകാരനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ലൈക്ക് ബോളിവുഡ്. നമ്മുടെതെന്ന് പറയുന്നത് സ്റ്റേജ് ഷോസ് തന്നെയാണ്. അതാണ് നമ്മുടെ റവന്യൂ ജനറേറ്റിംഗ് സോഴ്സ് എന്ന് പറയുന്നത്, അത് തന്നെയാണ്. അതൊക്കെ വെച്ച് ബാലൻസ് ചെയ്ത് പോകുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ജീവിക്കണ്ടേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ യൂട്യൂബ് ചെയ്യും, മറ്റതും മറിച്ചത് സംഭവങ്ങൾ അതെല്ലാം ചെയ്യും, ഷൂട്ടിന് പോവും, അതെല്ലാം കാര്യങ്ങളുണ്ട്. പിന്നെ ബേസിക്കലി ഞാനിങ്ങനെ ആ പൈസ, ഓക്കെ ജീവിക്കാൻ പൈസ വേണം ഇല്ലെന്നല്ല, പക്ഷെ അതെല്ലാം ഒരു രീതിയിൽ എനിക്കിങ്ങനെ വന്ന് ചേരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കിട്ടാത്ത പൈസയുടെ പുറകെ പോകാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് അതിനെ സമയങ്ങളിൽ ഒത്തിരി ഉണ്ട്. ഒരുപാട് പേരുണ്ട് തരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഫോൺ എടുക്കാതിരിക്കുക, അയച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പോകാതെ ചെക്ക് തന്നിട്ട് പോയവർ കുറേ പേരുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. ഇതെല്ലാം ഞാനെപ്പോഴും വിചാരിക്കും, ഓക്കെ അവരുടെ ഒരു സമയം, അവരുടെ ഒരു അവസ്ഥ അതായിരുന്നു കാണണം, അല്ല അതുകൊണ്ടായിരിക്കാം അവരെനിക്ക് തരാത്ത. പറ്റിക്കുന്ന കുറേ പേരുണ്ട്, ഇല്ലെന്നല്ല, അതുകൊണ്ട് ഇല്ല ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ ഒരു ചെറിയ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ എന്നെ പറ്റിച്ചവരുടെ എണ്ണം കിട്ടിയവരുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്. പറ്റിക്കപ്പെട്ടിട്ടില്ല എന്നല്ല, തരാത്തവർ കുറേ പേരുണ്ട്. പക്ഷേ എന്നാലും എനിക്ക് പേയ്മെൻറ്റ് കിട്ടുന്നവരാണ്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ അതൊരു മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മുടെ ഇപ്പോൾ നോട്ട് ലൈക്ക് ബോളിവുഡിലൊക്കെ ഓരോരുത്തർ വാങ്ങിക്കുന്ന ചില 1 ലക്ഷം 2 ലക്ഷം രൂപയൊക്കെ ആയിരിക്കും ഒരു സോങ്ങിന്. അത്രയും നമ്മുടെ മലയാളത്തിൽ സ്പെൻഡ് ചെയ്യാനോ അത്രയും ബഡ്ജറ്റുള്ള ഇതൊന്നും നമുക്ക് ആയിട്ടില്ല. കുറച്ചുകൂടെ ആവുമെന്ന് വിശ്വസിക്കുന്നു. മാറുമായിരിക്കും. മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ഡെഫിനറ്റ്ലി സ്റ്റേജ് ഷോസ് തന്നെയാണ് സിംഗറിനെ സംബന്ധിച്ച്. ഓൾസോ നിങ്ങൾ ഈ ഒരു കൂട്ടം ആളുകൾ വന്ന സമയത്ത് അന്ന് ശുദ്ധ സംഗീതം നശിച്ചു എന്നുള്ള, അതെല്ലാ കാലത്തും ആ വിമർശനം എല്ലാ ഇൻഡസ്ട്രി നേരിട്ട് പോകുന്നുണ്ട്. പഴയതാണ് നല്ലത് എന്ന് വെറുതെ ആളുകൾ വിചാരിക്കുന്ന, പുതിയതിനെ അംഗീകരിക്കാനുള്ള ഒരു മടി എല്ലാ കാലത്തും ഉണ്ട്. പക്ഷെ വിമർശനം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും പ്രത്യേകിച്ച് യങ്ങർ കാലത്ത് നമ്മളെ വല്ലാണ്ട് ബാധിക്കുമല്ലോ. വിമർശനങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നുണ്ടായിരുന്നത്? ഇങ്ങനെ നോക്കിക്കാണും, അല്ലാതെ വേറെ ഒന്നും. ഞാൻ ആലോചിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഒരു യൂട്യൂബിലൊരു പാട്ടിട്ട് അമ്മയെ തല്ലിയാൽ 2 പക്ഷം ഉള്ളതാണ് നമ്മുടെ, പ്രത്യേകിച്ച് കേരളം. നമുക്ക് ഈ പറഞ്ഞ പോലെ എല്ലാത്തിനും സ്വാതന്ത്ര്യമുണ്ട്, മനസ്സിലായില്ലേ? നമുക്ക് രാഷ്ട്രീയക്കാരെയോ അല്ലെങ്കിൽ ഫിലിം സ്റ്റാർസിനെ എല്ലാവരെയും ക്വസ്റ്റ്യൻ ചെയ്യാനും കളിയാക്കാനും ട്രോൾ ചെയ്യാനും ഉള്ളൊരു സ്വാതന്ത്ര്യം നമുക്ക് ഒരുപാട് മലയാളികൾക്കുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ അതൊരു ഭാഗത്തൂടെ നടക്കും. ഞാൻ ആലോചിക്കുന്നതെന്ന് വെച്ചാൽ, എൻ്റെ ഒരു പാട്ടോ അല്ലെങ്കിൽ ഇതേ സമയത്ത് കളിയാക്കാനോ ട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ ചീത്ത വിളിക്കാനോ കയറിക്കഴിഞ്ഞാൽ അയാളുടെ ജീവിതത്തിൽ ഒരു 2 സെക്കൻഡ് എൻ്റെ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ടല്ലോ അയാളുടെ ജീവിതത്തിൽ. അത്രയും ഞാൻ കാണാം. അതിൽ പോസിറ്റീവ് സൈഡ് മാത്രമേ പറഞ്ഞിട്ട് പോട്ടെ. അതിൻ്റെ പുറകെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ അതിനെ നേരം കാണുള്ളൂ. പണ്ട് തൊട്ടേ തന്നെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ശബ്ദത്തിന് കട്ടിയില്ല,
കുറച്ചുകൂടെ കട്ടി വേണമായിരുന്നു. ഇതൊക്കെ ധാരാളം കേട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇറങ്ങി തുടങ്ങിയ സമയത്ത്. ആ സമയത്ത് ദാസ് സാറും ജയചന്ദ്രൻ മാഷും ശ്രീകുമാരേട്ടനും വേണിച്ചേട്ടനും ഇങ്ങനെ ഒരു 3-4 പേര് മാത്രമേ ഉള്ളൂ നമ്മളുടെ ഇൻഡസ്ട്രിയിൽ. അപ്പോൾ ആൾക്കാർ കേട്ട് വരുന്ന അങ്ങനത്തെ ശബ്ദങ്ങളാണ്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഒരു കട്ടിയില്ലല്ലോ, കുറച്ചുകൂടെ ഒരു കട്ടി വേണം എന്നുള്ള അങ്ങനത്തെ കമൻസും കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതൊക്കെ വെച്ച് ഞാനിപ്പോൾ മനസ്സ് വിഷമിച്ച് വീട്ടിൽ ഇരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഇന്നും അവിടെ തന്നെ ഇരിക്കുകയുള്ളായിരുന്നു. അതുകൊണ്ട് കമൻസൊക്കെ അന്നും ഇന്നും ഒക്കെ ഞാൻ തീ കുരുത്തതാണ്, വെയിലത്ത് പാടില്ല. അതൊന്നും എനിക്ക് വിഷയമുള്ള കാര്യമല്ല. ഞാനത് അന്നും ശരി തന്നെ, ഇന്നും ശരി തന്നെ. നമ്മൾ സെൽഫായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത്, നമ്മളെ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു സെൽഫ് അസസ്മെൻറ്റ് നടത്തി എന്തൊക്കെയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പാട്ട് പാടിക്കഴിഞ്ഞാൽ, ഒരു പാട്ട് അതിൻ്റെ ഒരു പ്രോഡക്റ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ പാട്ട് ഞാൻ കേൾക്കും, എല്ലാ പാട്ടും ഞാൻ കേൾക്കും. കേട്ട് കഴിഞ്ഞിട്ട് ഓക്കെ, ഇവിടെയൊക്കെ എനിക്കൊരു സെൽഫ് അസസ്മെൻ്റ് ഉണ്ട്. ഓക്കെ, ഈ പാട്ടിൽ എനിക്ക് ഇങ്ങനെയൊക്കെ നടന്നു, അതെൻ്റെ മനസ്സിൽ ഞാൻ കുറിച്ച് വയ്ക്കും. അടുത്തതിൽ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഒരു ഷോ ആണെങ്കിലും ആ ഷോ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്ന് രാത്രി തന്നെ ഞാൻ എൻ്റെ ബാൻഡിലെ ടീമിൻ്റെ അടുത്ത് ഞാൻ ഇന്ന സംഭവങ്ങളൊക്കെ പറ്റി, അല്ലെങ്കിൽ പിറ്റേ ദിവസം ഞാൻ ഓരോരുത്തർ വിളിച്ച് പറയും, അവിടെ ഇത് വായിച്ചില്ല, അവിടെ അത് ഉണ്ടായിരുന്നില്ല, ഇതിവിടെ ശ്രദ്ധിക്കണം, ഇതാക്കണം, ഇതെല്ലാം പറഞ്ഞു പോവും. ഹ്യൂമൻ എറേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെയാണ്, എല്ലാവർക്കും എല്ലാവരും ഇഷ്ടപ്പെടാൻ പറ്റില്ലല്ലോ, മനസ്സിലായില്ലേ? ഇപ്പോൾ അനഘയുടെ ഇഷ്ടമായിരിക്കില്ല എൻ്റെ ഇഷ്ടം, അതായിരിക്കില്ല മൂന്നാമതൊരാളുടെ ഇഷ്ടം. അത് ഹ്യൂമൻ DNA വ്യത്യാസം വരുന്നതനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കില്ലേ. അപ്പോൾ എല്ലാവരുടെയും പ്രീതി വെച്ച് എല്ലാവരുടെയും ഗുഡ് ബുക്കിൽ ഹേറ്റേഴ്സ് ഇല്ലാതെ മുമ്പോട്ട് പോകുകയെന്ന് പറഞ്ഞാൽ അതൊരു ബ്ലെസ്സിങ് തന്നെയാണ്, ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷെ അതിൻ്റെ പുറകെ നിന്ന് ഈ പറഞ്ഞ പോലെ ഓരോ കമൻറ്റിനും ഉത്തരവിട്ട്, പിന്നെ ഉണ്ട് ഒരു പരിധി വിട്ട് പറയുന്നവർ ഉണ്ട്. അത് മറ്റേ ഇരുട്ടത്ത് നിന്ന് കല്ലെറിയുന്നത് പോലെയുള്ളൂ. ടോർച്ചടിച്ച് കഴിഞ്ഞാൽ അവനങ്ങ് പോവും. അപ്പോൾ അത്രയേ ഉള്ളൂ, നമുക്ക് മനസ്സിലായില്ല. അല്ലാതെ ഒരു പരിധി വിട്ട് എന്നെ പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ ലാലേട്ടൻ പറഞ്ഞാൽ ചൊറിഞ്ഞാൽ ഞാൻ മാന്തും, അത് വേറെ കാര്യമാണ്. പക്ഷേ അല്ലാതെ ഇപ്പോൾ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ അവൻ ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല. ഇപ്പോൾ നമുക്ക് അതുകൊണ്ട് നമുക്ക് പാട്ട് നിർത്താനോ അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് നിർത്താനോ ഒന്നും എനിക്ക് പറ്റില്ല. അപ്പോൾ അതൊരു സൈഡിൽ കൂടെ പോവും. എൻ്റെ ഒരു സെൽഫ് അസസ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഐ എം റിയലി പ്രൗഡ്. 26+ ഞാൻ പോകുന്ന കഴിഞ്ഞാൽ എൻ്റെ അച്ചീവ്മെൻറ്റ് തന്നെയാണ്. എനിക്കത് അതിൽ സന്തോഷം തന്നെയാണ്. എൻ്റെ ഒരു വലിയൊരു എന്താ പറയുക ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കരുതുന്നു. അതുകൊണ്ട് ഇനി ഞാൻ മാക്സിമം പറ്റുന്നിടത്തോളം ഞാൻ മുമ്പോട്ട് പോകും. അത്രയേ ഉള്ളൂ. അല്ലാതെ കമൻസ് ഒന്നും നമുക്കിങ്ങനെ വലിയ പ്രശ്നമുള്ള കാര്യമല്ല. ഇപ്പോൾ വേടൻ അല്ലെങ്കിൽ ഡബ്സി ഇവരുടെയൊക്കെ, ബേബി ജീൻ ഇവരുടെയൊക്കെ എന്ന് പറഞ്ഞാൽ വരികൾ ഭയങ്കര ഇൻറ്റൻസാണ് വേടൻ്റെയൊക്കെ. അപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വലിയ ഒരു ശ്രേണി ഉണ്ടായത്. ഇറ്റ്സ് എ ഗുഡ് തിങ്. ഇറ്റ്സ് എ സൈക്കിൾ, മനസ്സിലായി? ഇങ്ങനെ കറങ്ങിയും തിരിഞ്ഞും ഇങ്ങനെ വരും. അപ്പോൾ അത് ഇത് പറയുമല്ലോ, മാറാത്തതൊന്നും മാത്രം മാറ്റം. അതെ. അപ്പോൾ അങ്ങനെ ഇങ്ങനെ മാറി വരും. ഇറ്റ്സ് എ ഗുഡ് തിങ്, കുഴപ്പമില്ല.